ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ മടിയിലിരുത്തി താലോലിച്ച് തുരുതുരാ ചുംബനങ്ങൾ കൊടുക്കുന്നത് കണ്ടപ്പോൾ അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന സഹാബി വര്യൻ പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഒരാളെ പോലും ഇതുവരെ ഞാൻ ചുംബിച്ചിട്ടില്ലെന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതികരണം, മല്ലാ യർഹം ലാ യുർഹം, നിനക്ക് കരുണ കാണിക്കാൻ കഴിയില്ലെങ്കിൽ നിന്നോട് ആരും കരുണ കാണിക്കുകയില്ല എന്ന പ്രഖ്യാപനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യത്തിന്റെ ഔഷധത്തിന്റെ സിദ്ധാന്തത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹിച്ചു കൊതിതീരും മുമ്പേ വിട പറഞ്ഞു പോയ ഇബ്രാഹിം എന്ന കുഞ്ഞുമോന്റെ ചേതനേറ്റ ശരീരം നോക്കി വിലപിച്ചുകൊണ്ട്, ഇന്നാ അലാ ഫിറാഖിക ലമഹ്സുനൂൻ, പൊന്നുമോനെ നീ അകാലത്തിൽ പൊരിഞ്ഞു പോയത് കാരണം ഈ പിതാവ് സങ്കടത്തിലാണെന്ന് പറഞ്ഞു ധാരധാരയായ ആ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ സങ്കടത്തിൽ നിഴലിക്കുന്ന വാത്സല്യത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലങ്ങളോളം തങ്ങൾക്ക് കൂട്ടാളിയായി കുടയായി തണിയായി തുണയായി തണലായി കൂടെ നടന്ന ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞിട്ടും ആ സങ്കടം മാഞ്ഞു പോകാതെ, ആ നഷ്ടം നികത്താനാകാതെ, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, എന്റെ പൊന്നു ഖദീജയേക്കാൾ പ്രിയങ്കരമായതൊന്നും പടച്ചറബിനിക്ക് നൽകിയിട്ടില്ല എന്ന വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധത്തിന്റെ രണഭൂമിയിൽ പ്രവാചകരുടെ മുൻപല്ല് പൊട്ടിയതറിഞ്ഞപ്പോൾ എനിക്കും മുൻപല്ല് വേണ്ടെന്ന് പറഞ്ഞത് പൊട്ടിച്ചു കളഞ്ഞ ഉവൈസുൽ ഖറനിയുടെ ഹൃദയക്കൊട്ടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനുരാഗത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമാ ലോകപ്രവാചകർ ലോകത്തോട് കണ്ണടക്കുന്ന സമയത്ത് പ്രവാചകരില്ലാത്ത മദീനയിലേക്ക് വരാൻ ഈ ബിലാലിന് കഴിയില്ലെന്ന് പറഞ്ഞ് ഷാമിലേക്ക് പലായനം ചെയ്ത് അവസാനം സ്വഹാബത്തിന്റെ നിർബന്ധത്താൽ മദീനയിലേക്ക് തിരിച്ചു വന്ന് ഒരിക്കൽ കൂടെ ആ ബാങ്കുലി ഞങ്ങൾക്ക് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ പ്രവാചകരില്ലാത്ത മദീന പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറി നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ ബോധരഹിതനായി മോഹലാസ്യപ്പെട്ട് വീണ ബിലാലിന്റെ ഹൃദയദ്വാരങ്ങളിൽ അനുരാഗ കൊട്ടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിലാഷത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.